ഗായ്സ്, വെൽക്കം ടു ആൾ മാസ്റ്റർ ഹാഷ് ഓ അദ്വൈത് ഗായ്സ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്രീ ഫയർ വിത്ത് നാറൂട്ടോ ചാപ്റ്റർ 2. ഫ്രീ ഫയർ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ എനിക്ക് പറഞ്ഞതാണ് ഇതൊന്ന് കളിച്ച് നോക്കാൻ. അപ്പം നമുക്ക് എന്തായാലും ഇത് കളിക്കാം. ഇത് വീഡിയോസൊക്കെ ഇതെന്ന് പറയുകയാണെങ്കിൽ ഇതൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് എനിക്കിന്ന് ലക്ക് കാരണം നമ്മുടെ മിനാറ്റോനെയും പെയിനിനെയും ഒരുമിച്ച് കിട്ടിയ ദിവസമാണ്. ഇന്നലെ എനിക്ക് മറ്റേ നമ്മുടെ MB40 സ്കിന്നും നമുക്ക് കിട്ടിയതാണ്. കിണ്ണ സ്കിന്നാണ്. മിനാറ്റോയുടെ സ്കിന്ന് ഇട്ടുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ മിനാറ്റോയുടെ റസിംഗൻ ഇമോട്ടും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റോറൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ട് എനിക്ക്. എന്തായാലും നമുക്ക് സ്റ്റോറിലേക്കൊന്ന് പോയി നോക്കാം. സ്റ്റോറിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് എന്തുവാ പാരഷൂട്ട് ഇതാക്കിയേക്കാം. ഏതാ സ്കേറ്റ് ബോർഡ് കുറച്ച് കളക്ഷനേ ഉള്ളൂ. ഇത് ഞാൻ പുതിയ അക്കൗണ്ടാണ്, അത് കാരണമാണ്. നമുക്ക് എന്തായാലും ഇറ്റാച്ചി ഒന്നും കൂടെ ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം. ഇറ്റാച്ചി നമ്മൾ സ്പിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും കിട്ടാനൊന്നും പോകുന്നില്ല. എന്നാലും മാതരേനയും നമുക്ക് ഒബിറ്റോനെ എടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ എന്തായാലും എടുത്തിരിക്കും ഗൈസ്. അതിൻ്റെ വീഡിയോ എന്തായാലും വന്നിരിക്കും. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആണ് പുതിയൊരു നല്ല സ്കിന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അയ്യോ, ഈ സ്കിന്ന് എനിക്ക് ചില ഗണ്ണിൻ്റെ സ്കിന്ന് റെയർ അല്ലെങ്കിലും എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ മൂമെൻറ്റ്സ് അതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടം. അതൊക്കെ ഞാൻ ആ ഡിസൈൻ കറക്റ്റായിട്ട് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ അകത്ത് എൻ്റെ ഇപ്പോൾ സ്റ്റോറിൻ്റെ അകത്ത് എൻ്റെ മിനാറ്റോയും പെയിനും ഉണ്ട്. പിന്നെ നമ്മുടെ നൂബ് ക്യാരക്ടറും ഒരു ഗേളിൻ്റെ ക്യാരക്ടറും എനിക്ക് സ്പിൻ ചെയ്ത് കിട്ടിയതാണ്. മിനാറ്റോനെയും എനിക്ക് 11% ഓഫറിന് കിട്ടിയതാണ്. അത് നിങ്ങൾ വിശ്വസിക്കുമെന്നറിയും. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കും. പിന്നെ നമ്മുടെ ഹൊക്കാഗയുടെ ഹാറ്റ് നിങ്ങൾ നാറൂട്ടോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ സബും ലൈക്കും ചെയ്യണം. എന്തായാലും നമ്മൾ ഇപ്പം 499 500 അടിച്ചതാണ്. എന്നാലും ബാക്കിലേക്ക് വന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്തായാലും വേണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കളിക്കണമെന്നുണ്ട്. അപ്പം നമുക്ക് പാൻറ്റൊക്കെ ചേഞ്ച് ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്പിൽ പോവാം. ഈ പാൻറ്റ് കൊള്ളാം അല്ലേ? അപ്പം നമുക്ക് മിനാറ്റോയുടെ ഫേസ് മാറ്റി അങ്ങനെ ഷൂ നല്ലത് ഇടാം. ഇത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് നല്ല ഇത് വേണ്ട, മിനാറ്റോയുടെ ഡ്രസ്സ് തന്നെ മതി. പെയിൻ്റെ ഡ്രസ്സും കൊള്ളാം, പക്ഷെ ആ പാൻറ്റ് കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ ഡ്രസ്സും കൊള്ളാം. നമ്മുടെ മിനാറ്റോയുടെ ഡ്രസ്സ് ഇട്ട് MB40 പിടിച്ചുകൊണ്ട് നമ്മൾ നിൽപ്പുണ്ട്. എന്തായാലും നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാനും വേറൊരാളുമായിട്ടുള്ള കളിയാണ്. നമുക്ക് 1v1 കൂട്ടത്തൊരു കളിയാണ്. ഈ കളിയുടെ പേര് ഞാൻ മറന്നുപോയി. ലോൺ വൂൾഫാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. എന്തായാലും നമ്മൾ ജയിച്ചേ പറ്റൂ. നമ്മൾ കയറിയിട്ടുണ്ട്. നമുക്ക് നൂബായിട്ട് ആദ്യം കളിച്ചിട്ട് പിന്നെ പ്രോ ആയിട്ട് കളിക്കാം. എന്നാലും നമുക്ക് നോക്കാം. നമുക്ക് കയറിയിട്ടുണ്ട്. നമ്മൾ സെറ്റ് ഈ ഗണ്ണൊന്നും എടുക്കാൻ പറ്റത്തില്ല. അവർ സെലക്ട് ചെയ്ത ഗണ്ണ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. ഒരു പൊട്ട ഗണ്ണ് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇത് വെച്ച് നമ്മൾ നൂബ് കളിയാണ് കളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിരുന്നോട്ടെ, കുഴപ്പമില്ല. ഈ വഴി ഗ്യാപ്പില്ല. നമുക്ക് എന്തായാലും പോയി അവന് ഈ ഫസ്റ്റ് കളി നമുക്ക് ഹെഡ് ഷോട്ട് അടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ വേണ്ട, നൂബാക്കാം. ഞാൻ ഇന്നലെ കളിച്ചപ്പോൾ ഒരു ട്രിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് അവനെ നമുക്ക് എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാം. ബട്ട് അവൻ അനങ്ങിയ ലാസ്റ്റ് പിന്നെ പണിയാവും. ഞാൻ നൂബാന്ന് വിചാരിച്ച് അവനൊന്നും അനങ്ങിയത് പോലുമില്ല. നല്ലൊരു ഗണ്ണില്ല ഗായ്സ്. ഗ്ലൂ വാളിട്ട് നമ്മുടെ ഗ്ലൂ വാള് കണ്ടോ? മാസ് ഗ്ലൂ വാളാണ് കളർ. ഇന്നലെ 49 ഡയമണ്ടിന് എടുത്തതാണ്. 49 100 എത്രങ്ങാണ്ട് ഡയമണ്ടിന്. എന്തായാലും നമുക്ക് നൂബ് കളിയാണ് കളിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു പ്രോ കൂട്ട് തോന്നിപ്പിക്കാം. നമുക്ക് എന്തായാലും അവൻ പ്രോ പ്ലെയർ ആണ് കേട്ടോ. എന്നൊക്കെ ഞാൻ എൻ്റെ ഈ നല്ലൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് വിറ്റിട്ട് എനിക്കൊരു ചലഞ്ച് കൂട്ട് ഞാൻ അത് വിറ്റിട്ട് പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് അങ്ങനെയാണ്.
അതിന് കളിച്ച് തുടങ്ങിയാലേ ലെവലപ്പൊക്കെ ആവാൻ പറ്റൂ. ഇവനാണെങ്കിൽ അടിച്ചടിച്ച് നമ്മളെ ഹെഡ്ഷോട്ട്. എന്തായാലും നമ്മൾ കുറച്ച് കളി ന്യൂബ് കളി കളിച്ചിട്ടായിരിക്കും ഇനി പ്രോ കളി കളിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് നല്ലൊരു ഗണ്ണ് കിട്ടിയായിരുന്നെങ്കിലെങ്കിലും ന്യൂബ് കളിയായിട്ടെങ്കിലും കളിക്കായിരുന്നു. ഇതിപ്പോൾ ഒരു നല്ല ഗണ്ണില്ല. നമുക്കെന്തായാലും നമ്മൾ ഇത്രയാ ഒളിഞ്ഞിരുന്നിട്ട് നമുക്ക് എന്തായാലും ഒന്ന് വെടിവെച്ച് നോക്കി. ഇത് ലക്കായിട്ട് വരുമോയെന്നറിയത്തില്ല, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അല്ല, അവൻ അവിടെ വെച്ച് എങ്ങനെ ആ ഗണ്ണുകൊണ്ട് എയിം ചെയ്ത് പൊട്ടിച്ച്. അവൻ വേറെ ലെവലിൽ കളിയാ കേട്ടാ. ഇത് ശരിക്കും ഞാൻ ആ രണ്ടാമത്തെ ഗെയിം ന്യൂബായിട്ട് കളിച്ചു. ഇനിയാണ് നമ്മുടെ കളി. MP40 എടുക്കാം. നമുക്ക് ഗണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ എന്താ എയിം ചെയ്യുന്ന ഗണ്ണാണെങ്കിൽ ഗണ്ണായിട്ട് കളിക്കാൻ പറ്റും. MP40 എയിമിങ് ഇല്ലല്ലോ അല്ലേ കറക്റ്റ്. MP40 എന്തായാലും ബാക്കി ഇരുന്നോട്ടെ. ആദ്യമേ വന്ന് തോറ്റു. ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. പട്ടി ഷോ. ഇനി എന്തായാലും കളി വിട്ട് കൊടുക്കുന്നില്ല. നമ്മൾ തന്നെ കളിച്ച് സെറ്റാക്കാൻ പോവാ. ഇല്ല പിന്നെ അവൻ ഗ്ലൂ വാളിട്ട് നമ്മൾ ഷോ കാണിക്കുന്നു. അപ്പോൾ എന്തായാലും കളി ഇന്ന് പൊട്ടിച്ചിട്ടേ ഉള്ളൂ കാര്യം. അല്ല പിന്നെ നമ്മളെ പ്രോ കളി തുടങ്ങി. പ്രോ കളിയൊന്നുമില്ല, ഞാൻ ന്യൂബായിട്ട് തന്നെ ഇവരും കളിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറേ നാളായി കളിച്ചിട്ട്. നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. അവനെന്ത് കാണുന്നില്ലല്ലോ. എന്തായാലും ഇതൊക്കെ ഇട്ട് അവനെ ഒന്ന് പേടിപ്പിച്ചേക്കാം. അവനെ കാണുന്നില്ലല്ലോ, അവൻ രക്ഷപ്പെട്ടു പോയെ. അതെന്തോന്ന് അവൻ കിടന്ന് ഓടുന്നേ. ഓടാ പാവോടാ, ഗ്ലിച്ചടിച്ച് സ്റ്റക്കായി പോടാ. എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതങ്ങോട്ട് ഇട്ടിട്ട് കൊന്നേക്കല്ല. പിന്നെ അവൻ എന്ത് ഷോ ആയിരുന്നു. ഹെഡ് ഷോട്ട് മോനെ, വിക്ടറി അല്ല. എന്നെ അടുത്ത കളി നമുക്ക് എന്തായാലും എനിക്ക് സ്കോപ്പ് വെച്ചിട്ടുള്ള സംഭവം വെച്ചാൽ ചെയ്യാം. ഗണ്ണ് വെച്ചാൽ ചെയ്യേണ്ട. സ്കോപ്പുള്ള ഗണ്ണ് തന്നെ കിട്ടണേ ദൈവമേ. പിന്നെ അടുത്തത് രണ്ടാമത്തെ ലെവൽ. ഈ ഗെയിം എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല. ഈ ഒരു ഇതിൻ്റെ പേരെന്തുവായിരുന്നു? ഇതിൻ്റെ പേര് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന്, ഈ മിനാറ്റോന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഗസ് ചെയ്തിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് പോകണം. എത്ര പേർക്ക് മനസ്സിലായെന്ന് നോക്കാം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം. എന്താ അവൻ വെറുതെ ന്യൂബ് കൂട്ട് നിന്ന് നമ്മളെ ഹെഡ്ഷോട്ട് അടിച്ചിട്ട് വിക്ടറി ബ്രോ, വിക്ടറി. അതുകൊണ്ട് അവൻ പിന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അല്ല. പിന്നെ ബൂസിന് കിട്ടുന്നത് എന്തായാലും നമ്മൾ പ്രയോജനപ്പെടുത്തണം. അല്ല പിന്നെ ഇമോട്ടിട്ട് പട്ടിക കാണിച്ചേക്കാം. ഇമോട്ടിട്ടോണ്ടിരുന്ന അവൻ വന്ന് ഹെഡ്ഷോട്ട് അടിച്ചിട്ട് ഇപ്പോഴും അവൻ അതുകൂട്ട് തന്നെ നിൽക്കുന്നത്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. സ്കോപ്പ് അല്ല പിന്നെ ഹെഡ് ഷോട്ട് അല്ല പിന്നെ നമ്മുടെ വിക്ടറി. എന്ത് ഷോയായിരുന്നു. ഇന്ന് നെറ്റ് പോയപ്പോൾ അവൻ്റെ എല്ലാം പോയി. നമുക്കെന്തായാലും നല്ല ഗണ്ണും കൊണ്ട് പോവാം. സ്കോപ്പർ തന്നെ എടുത്ത്, റൈഫിൽ തന്നെ എടുത്ത് മോനെ. അല്ല, റൈഫിൽ തന്നെ എടുത്താൽ മതി. എന്തിനാ ഇതൊക്കെ നെറ്റ്. ഇനിയും കാണാൻ പോകുമ്പോൾ നെറ്റ് പോവാതെ കിടക്കുവാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ശശിയാകും. എന്തായാലും ഇപ്പോഴും ന്യൂബിടാ ഇവിടെ വെച്ച് സ്കോപ്പ് അടിക്കുകയാണെങ്കിൽ ഓക്കെ. 4 വിക്ടറി. അല്ല തന്നെ ഇമോട്ടിട്ട് പട്ടിഷോ അടിക്കുന്നതാണ് അദ്വൈത്. എല്ലാവരും ഈ ഇമോട്ടിന് വേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യൂ. ഗിവ് അവേ ഒക്കെ നടത്തണമെന്നുണ്ട് ഇമോട്ടിൻ്റെ. ടൈം കിട്ടുന്നില്ല ഗൈസ്. നിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതാണ് എനിക്ക് ഗിവ് അവേ ഒക്കെ നടത്താൻ പറ്റാത്തത്. ഇതുവരെ ഞാൻ ഗിവ് അവേ നടത്തിയിട്ടില്ല. എന്തായാലും സത്യം എൻ്റെ കയ്യിൽ ഇത്ര ഇമോട്ടൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ വിചാരിക്കും അവരെന്താ നമ്മളെ കൺമുമ്പിൽ ഒന്ന് നിന്നിട്ട് നമ്മൾ കളിയാക്കുവാണോ? ഹെഡ്ഷോട്ട് അല്ല എന്നെ പുയ അടിച്ച്
അല്ല തന്നെ ഓടിയാണെന്ന് കളിയേ. നമുക്ക് ഒരു ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട്, എന്തുവാന്ന് നോക്കാം. ഡയമണ്ട് 200 ഡയമണ്ട്. മോനെ ലക്ക് 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 200 ഡയമണ്ട്. ഈ കളിച്ചാ പോരെ, പിന്നെന്തിനാ ടോപ്പ് അപ്പ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാഷ് കോഡ് ഒന്ന് കളിച്ചു നോക്കാം. ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ക്ലാഷ് കോഡ് കളിക്കണം. ഒരാളുമായിട്ട് ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു ഗുമ്മില്ല. നമുക്ക് എന്തായാലും ക്ലാഷ് കോഡ് കളിക്കാം. കുറെ നൂബൂടെ വന്നിട്ടുണ്ട്, പക്ഷെ നൂബിൽ നിന്നാണ് ഒരാൾ പ്രോ വന്നത്. അപ്പൊ നൂബുകളെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. എന്നുവെച്ചാൽ നിങ്ങളും ഒരു നൂബായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്, ഞാനും ഒരു നൂബായിട്ടായിരുന്നു കളിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞാണ് പ്രോ ആവുന്നത്. അപ്പം പരമാവധി നൂബൊക്കെ ഉള്ളപ്പോൾ നമുക്കൊന്ന് വിട്ടു കൊടുക്കാം. അതിന് നാണമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് ഗണ്ണെടുത്തോണ്ട് പോവാം. ഇവന്മാരുടെ ആദ്യത്തെ പോക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇവന്മാർ ഇതാന്ന് പ്രോ ആന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് തന്നെ ആദ്യം കുറയ്ക്കും. എൻ്റെ മോനെ ഇപ്പം തന്നെ ഞാൻ 2 എണ്ണത്തിനെ കില്ല് ചെയ്ത്. അവന്മാരും അതിൻ്റെ സൈഡിൽ കൂടെ നിന്ന് കില്ല് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറേ എണ്ണത്തിനെ കില്ല് ചെയ്തിട്ട് ഞാൻ 2 എണ്ണത്തിനും വേറൊരുത്തന്മാർ ഒരെണ്ണത്തിനും കില്ല് ചെയ്ത്. അപ്പോൾ അതിന് വിക്ടറി അത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ. വിക്ടറി മെയിന്. അപ്പോൾ നമുക്ക് അടുത്തതിൻ്റെ അത് ഏത് ഗണ്ണെടുക്കും. ഈ ഗണ്ണെടുക്കാം. വേറെ ഗ്ലൂ വാളിനൊന്നും ഇതില്ല. ഇവന്മാരൊക്കെ കത്തിയും കടാരയൊക്കെ എടുത്തോണ്ട് എന്തോന്നടേ വർക്ക്ഷോപ്പിന് പോകുന്നത്. ഇവന്മാരെങ്ങാണ്ട് വേറെന്തോ മീൻ വെട്ടാൻ പോകുന്നത് തൊട്ട് കത്തിയും കടാരയൊക്കെ കൊണ്ട് ഇതെന്തോ കാലൻ്റെ കത്തിയൊക്കെ കൊണ്ട് നടക്കുന്നേ. ഇമോട്ട് ഇട്ടിച്ചിരി നമ്മുടെ പെറ്റിനെ വിളിക്കാം. ഈ പെറ്റൊക്കെ പിന്നെ എന്തിനാ വാങ്ങി വെച്ചേക്കുന്നേ, കൂടെ നടക്കാം. അല്ലാതെ പെറ്റിനെ നമുക്ക് കൂടെ കൊണ്ടുപോകാം ഗൈസ്. ഇപ്പം എന്തായാലും സെറ്റാക്കാം. അയ്യോ നമുക്ക് പോയി റിവൈവ് ചെയ്യാം. ഓ നമ്മളെ അടിച്ച് ഗൈസ്. അടിച്ച് ഗൈസ് നമ്മൾ പൊട്ടി. ഞാൻ അത് കണ്ടില്ല അവിടെ ആള് നിന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഹെഡ്ഷോട്ട് അടിക്കായിരുന്നു. ഹെഡ്ഷോട്ട് എന്തായാലും മെയിനാണ്. നമ്മുടെ പിന്നെ പിള്ളേരുണ്ടല്ലോ, അവന്മാരൊക്കെ സെറ്റാ. കണ്ട എൻ്റെ നമ്മളവിടെ ശവം കൂട്ട് കിടക്കുന്നുണ്ട് ഗൈസ്. എന്തിനാണോ പോയി അതാണ്ടോ ഇപ്പം കണ്ടോണം. അവന്മാരൊക്കെ പറന്നു ഒറ്റടി. വിക്ടറി ബ്രോ, വിക്ടറി. അടുത്ത ഗൈസ് തേർഡ് വിക്ടറി നമ്മൾ അടിച്ച്. ഇനി 4th വിക്ടറി. 1 2 3. അതിന് മുമ്പേ നമുക്കൊന്ന് ഇത് അമത്തറാസ് ഫയർ എടുക്കാം. 1 2 3. ഇപ്പോൾ ഗൈസ് നമുക്കിതൊന്നും എടുക്കാം. ബുയേ അല്ല പിന്നെ ബുയേ നമ്മൾ ബുയെ അടിച്ച് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ടീം സെറ്റായിരുന്നു. നിങ്ങൾ പറയുന്ന കൂട്ട് ഇപ്പം നല്ല കോസ്റ്റ്യൂം ഇല്ലെങ്കിൽ ചീത്ത ആൾക്കാരാണെന്ന് പറയാൻ പറ്റത്തില്ല. അവരും പ്രോ പ്ലെയേഴ്സ് ആവും ഒരു തവണ. അപ്പം എന്തായാലും വിക്ടറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ലോങ് വീഡിയോ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ഗെയിം ഇഷ്ടമുള്ളവർ തീർച്ചയായും ഫോളോ ചെയ്യണം. പിന്നെ അനിമി ലവേഴ്സും ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും വരുന്നിടം വരെ സൈനിങ് ഓഫ് ഫ്രം ആൾമാസ്റ്റർ #Adways.